SIR വിഷയത്തിൽ സുപ്രീം കോടതിയിൽ മമതാ ബാനർജി കൊടുങ്കാറ്റായി എന്നൊക്കെയാണ് പറയുന്നത്. അതായത് മമതാ ബാനർജിയുടെ ഈ ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയിലെ ഈ ഒരു ഇടപെടലൊക്കെ പിന്നെ മോദിയെ ഇന്ന് താഴെ ഇറക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ മൂക്കിയൊലിച്ചു കയറ്റും, മമതാ ബാനർജി ഇനി ഇല്ല, അതായത് കേന്ദ്ര സർക്കാർ ഇനി ഇല്ല മമതയുടെ മുന്നിൽ എന്നൊക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ വാസ്തവം എന്താണ്? മമതാ ബാനർജിന്റെ കോട്ടിട്ടായിരുന്നു, സുപ്രീം കോടതി പോയായിരുന്നു, 5 മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുത്തായിരുന്നു, 15 മിനിറ്റ് സംസാരിച്ചായിരുന്നു. ഒരു നല്ല രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. മമതാ ബാനർജിയുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, ഇപ്പോൾ SIR വിഷയമാണ്. കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിരുന്ന അതേ വോട്ടർ പട്ടികയെ വെച്ചിട്ട് നമുക്ക് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഇലക്ഷൻ നടത്തണം. അതായത് മമതാ ബാനർജി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതുമൂലം എത്ര പേർ, ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പ് അതിൻ്റെ ഒരാഴ്ച മുമ്പായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിൽ പോയായിരുന്നു, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ കാണുന്നതിന് 100ഓളം പേരെ കൂടെ കൂട്ടിയിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഈ 100 പേരും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മരിച്ചവരെന്ന വ്യാജേന നീക്കം ചെയ്തു. ഇതൊക്കെ എല്ലായിടവും സംഭവിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ഇലക്ഷനുമായിട്ടും പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർ ചിലരൊക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെളിയിൽ പോകും. നമ്മളന്നേരം അത് വെളിയിൽ പോകുന്നതിനകത്ത് അവർ ഈ വെളിയിൽ പോകുന്നതിന് അകത്ത് നമുക്ക് ഇൻഫർമേഷൻ തരുമല്ലോ, അല്ലെങ്കിൽ വെളിയിൽ അന്നേരം നമ്മൾ അപ്പീൽ കൊടുത്താൽ തിരിച്ചു കയറാൻ നിൽക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് മൊത്തം കുഴപ്പമാണ്. അതുപോലെ 140ഓളം പേർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റിയതിൻ്റെ പേരിൽ വരുന്ന ആരോപണം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് മാറ്റി ആത്മഹത്യ ചെയ്യുമോ? സിനുജി തന്നെ ആത്മഹത്യ ചെയ്യുമോ? ഞാൻ ആത്മഹത്യ ചെയ്യത്തില്ല. എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് പോയാലും എൻ്റെ വസ്തു എൻ്റെതല്ലാതാകുന്നില്ല. അതിൻ്റെ അർത്ഥം തന്നെ എന്താണെന്നറിയാമോ? അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാക്കി, വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കി, വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കി ഇവർ വോട്ട് ചെയ്യാൻ സൗകര്യപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ അവിടെ ഭൂമി കയ്യേറ്റം നടത്തിയിരുന്നു. ഇത് വെളിയിൽ വന്നാൽ അവിടുന്ന് പാലാരം വലിയ രീതി നടക്കുന്നുണ്ട്. SIR വിഷയം വന്നതിന് ശേഷം അറിയാവും, SIR അനൗൺസ് ചെയ്തതിന് ശേഷം പശ്ചിമ ബംഗാളിൽ നിന്ന് ആൾക്കാർ പാലാരം ചെയ്യുന്നുണ്ട്. കാരണം കള്ളനാണെന്ന് കണ്ട് പിടിച്ചാൽ പിന്നെ ജയിലിൽ കിടക്കാൻ നിവർത്തിയുള്ളല്ലോ. വേറെ രാജ്യത്ത് നിന്ന് പാസ്പോർട്ട് ഇല്ല, വേണ്ട സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട രേഖകളില്ലാതെ ആൾ വന്നാൽ എങ്ങനെ നുഴഞ്ഞേറ്റക്കാരെ ഏത് രീതിയിലാണ് കൈയറിഞ്ഞു. ഇപ്പൊ പുതിയ നിയമം കൂടെ ഉണ്ട്. അപ്പൊ അവിടെ ഇപ്പൊ ഇവര് ആത്മഹത്യ ചെയ്തതിന് കുറ്റമില്ല, കാരണം ഇനി രക്ഷയില്ലല്ലോ. അപ്പം ഇതാണ് വിഷയം. ഇത് കോടതി കേട്ടു. നിങ്ങൾക്കറിയോ, ഈ മമതാ ബാനർജി അധികാരത്തിൽ വന്നത് ഇപ്പം 3-ാം തവണയല്ലേ, ഇനിയിപ്പം 4ാമത്തെ തവണയാണ് വരുന്നത്. അവിടെ മൊത്തം ഭരിച്ചിരുന്ന ഏറ്റവും പ്രബലമായിട്ടുള്ള CPM പോലൊരു പാർട്ടിയെ നന്ദൂർ വിഷയത്തിൽ, അല്ലെങ്കിൽ കർഷകർ ആ വിഷയം നന്ദൂർ അല്ലേ, അല്ലെങ്കിൽ കർഷകരുടെ ഒരു വിഷയത്തോട് ബന്ധപ്പെട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അതിനകത്തൊന്നും ഇവരോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഇവർ അഴിമതിക്കാരിയാണെന്ന്, വ്യക്തിപരമായിട്ട് അഴിമതിക്കാരിയാണെന്ന് എനിക്ക് അഭിപ്രായം ഒന്നുമില്ല. പക്ഷേ ഇവരുടെ മരുമോൻ അഴിമതിക്കാരാ, കൂടെ നിൽക്കുന്നവർ മൊത്തം അഴിമതിക്കാരാ, രാജ്യവിരുദ്ധ ശക്തികളാ. ഈ പറയുന്നത് നമുക്കറിയാമല്ലോ. നേരത്തെ ഇതുപോലെ ഈ എപ്പോൾ ചെന്നാലും ഏജൻസികളെ കൈകാര്യം ചെയ്യും, പോലീസുകാരെ കൈകാര്യം ചെയ്യും. നേരത്തെ ഇതുപോലെ അവിടുത്തെ മമതാ ബാനർജിയുടെ നേതാവ് അവിടെ ഒരു പ്രദേശം മൊത്തം ഭരിക്കുന്ന, അവൻ്റെ പേരെന്തായിരുന്നു, മുസ്ലിം നാമധാരി. അവനെ അവസാനം അവിടെ അവൻ്റെ കുഴപ്പങ്ങൾ കണ്ടെത്തി അവനെ അന്വേഷിച്ച് ചെന്നപ്പം ഏജൻസിയെ പിടിച്ചു. അവസാനം ഏജൻസി ഇവനെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞപ്പോഴല്ലേ അറിഞ്ഞത് അവൻ നടത്തുന്ന അവിടെ ഒരു പ്രത്യേക ലോകം. ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുസ്ലിം സാമ്രാജ്യം നടത്തുകയാണ്. മുസ്ലിങ്ങൾ തിട്ടൂരനുസരിച്ച്, ശരീഅത്ത് നിയമം അനുസരിച്ച് അവൻ അവിടുത്തെ പാവം പിടിച്ച സ്ത്രീകളെ അവൻ്റെ ആവശ്യത്തിന് പിടിച്ചുകൊണ്ടുപോയി മമതാ ബാനർജിയുടെ പാർട്ടി ഓഫീസിലിട്ട് നിരന്തരം ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിരുന്നു. അവിടെ നിന്ന് പിന്നെ മനസ്സിലായി അവനകത്ത് പോയില്ലേ. ഇതേ രീതിയിലുള്ള ഒരു കഷ്ടം. കഴിഞ്ഞ ദിവസം ഐപാഡ് എന്ന് പറയുന്ന ഇവരുടെ ഏജൻസി ഉണ്ടല്ലോ, ഇവിടെ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, അവിടെ അവൻ്റെ അഴിമതി കണ്ട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തപ്പോഴില്ലേ അവിടെ ചെന്നപ്പോൾ ഒരു മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി ചെന്ന് അവരുടെ ഏജൻസിയുടെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിൽ നിന്നുള്ള രേഖകളും ഇലക്ട്രോണിക് സാധനങ്ങളും എല്ലാം കോടതി തിരിച്ചടി കിട്ടിയതുകൊണ്ട്. അപ്പോൾ ഇതാണ് മമതാ ബാനർജിയുടെ അവിടുത്തെ പാറ്റേൺ. അപ്പോൾ എന്തും എനിക്കാവാൻ ഞാൻ ഈ കോടതിയെയും ഇവിടുത്തെ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നും അംഗീകരിക്കുന്ന അവസ്ഥയില്ല. ഞാൻ ഉണ്ടാക്കിയ ഒരു കസ്റ്റംസിനകത്ത് ഉണ്ടാക്കിയ ഒരു സംവിധാനത്തിനകത്തൂടെ എനിക്ക് മുന്നോട്ട് പോകണം. അതിന് കുഴപ്പം പറ്റിയാൽ ഏതറ്റം വരെയും ഏത് സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി മുന്നോട്ട് പോകുന്ന രീതിയാണല്ലോ. ഇപ്പം തന്നെ ഇലക്ഷനകത്ത് ഇവർ വലിയ അപ്രമാദത്തിൽ നിൽക്കുകയാണ്. അവിടെ CPM, ഞാൻ പറഞ്ഞില്ല മുമ്പേ, അധികാരത്തിൽ വരുന്നതിന് മുമ്പ് CPM ആയിരുന്നു 35 കൊല്ലം. ആ CPM പൂർണ്ണമായിട്ടും ഇപ്പോൾ ഒരു MLA പോലും നിയമസഭയിലില്ല. പൂർണ്ണമായിട്ടും CPM അവിടെ ഇല്ല. കോൺഗ്രസിൻ്റെയും കാര്യം ഈ പറയാൻ വേണ്ടിയില്ലല്ലോ. അപ്പോൾ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 77 സീറ്റാണ് എനിക്ക് തോന്നുന്നു BJPക്കുള്ളത്. ബാക്കി അപ്രമാദിത്വത്തിൽ ഇവർ അധികാരത്തിൽ നിൽക്കുക. പക്ഷേ വോട്ടിൻ്റെ കാര്യം എത്ര ഉണ്ടെന്ന് സിനുവിന് അറിയാമോ?
70 ലക്ഷം വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ അധികാരത്തിൽ വരുമ്പോൾ സാങ്കേതികമായിട്ട് പറഞ്ഞത്. ഇപ്പൊ ഇവര് വിരളുന്നതിന്റെ കാര്യം എന്നറിയോ, ഇപ്പൊ കണ്ടെത്തി 3 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്ന്, 2 കോടി ഉണ്ടെന്ന് നമ്മൾ 2011 ഔദ്യോഗിക കണക്കാ. ഇപ്പൊ എത്ര കാണും? അതിന്റെ ഇരട്ടി കാണുമല്ലോ. 2 കോടി ഔദ്യോഗിക കണക്ക് 2000. ഈ പറയുന്നത് ഭൂരിഭാഗവും എവിടെയാണ്? ഈ പറയുന്നത് ബംഗ്ലാദേശിലാണ്. ആഭ്യന്തരമന്ത്രി പറയുന്നത് മതിൽ കെട്ടണം. കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞു അവിടെ മതിൽ കെട്ടണം. സുതാര്യമായിട്ട് ആൾക്കാരെ കയറ്റി റേഷൻ കാർഡും മറ്റ് തിരിച്ചറിയൽ കാർഡും ഇവർക്ക് ആവശ്യമുള്ള, ഇവർക്ക് ഭൂരിപക്ഷം കുറവുള്ള ജനാധിപത്യ രീതിയിൽ ഇവരുടെ കയ്യിൽ നിൽക്കാത്തടത്ത് ഇവരെ ആവശ്യമുള്ള ആൾക്കാരെ അവിടെ കൊണ്ട് ഹോൾഡ് ചെയ്യിക്കുക, അവിടെ താമസിക്കുന്നതിന് ഓടിച്ചു കളയുക, അല്ലെങ്കിൽ അവന് റേഷൻ കാർഡ് കൊടുക്കുക, തിരിച്ചറിയൽ കാർഡ് വോട്ട് ചെയ്യിക്കുക, ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുക. SIR വന്നപ്പോൾ അതിന് മാറ്റം വന്നു. പറഞ്ഞ് ഇവിടെയുള്ള റോഹിംഗ്യ മുസ്ലിങ്ങളെ കണ്ടെത്തണ്ടേ, ഇവിടെ ഉള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തണ്ടേ, ഇവരെ പുറത്താക്കുന്നത്, ഇവരെന്തിനാണ് ഇവിടെ വെള്ളം ഉണ്ടാക്കുന്നത്? ഞാൻ ചോദിച്ചിട്ട് ഇവിടെ SIR നടക്കുന്നില്ല, ഈ മാധ്യമങ്ങളെല്ലാം വലിയ ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു? ഇന്നലെ നമ്മൾ അവിടെ വന്നല്ലോ 19,000 പേരെ പുറത്താക്കി. ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? SIR വരുന്നതിന് മുമ്പ് വലിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ആയിരുന്നല്ലോ. ഇവിടെ നടക്കത്തില്ല, ഇവിടെ നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആരെയും പുറത്താക്കി. ഞാൻ പോയിട്ട് പോലും ഇല്ല, പക്ഷെ ആ BLO നമ്മുടെ വീട്ടിൽ വിളിച്ചിട്ട് വാട്സപ്പിൽ കൂടെ വന്ന് നമ്മുടെ ഫോട്ടോ എടുക്കുക, നമ്മുടെ കാര്യങ്ങൾ എടുക്കുക. അപ്പം നിയമപരമായിട്ടുള്ളവന്റെ പേരിലാണ്. ഇവിടെ കേരളത്തിൽ എത്ര പറയുമ്പോഴും നിയമപരമല്ലാത്തതൊക്കെ വളരെ വിരളമാണ്. പക്ഷേ പശ്ചിമ ബംഗാളിൽ അങ്ങനെയാണോ? അപ്പം അത് കണ്ടെത്തുന്നതിന് വേണ്ടി സുപ്രീം കോടതി പറഞ്ഞ് പരിശോധിക്കാം. വലിയ കുഴപ്പത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കാം. ഇപ്പൊ പരിശോധിച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നത് 70 ലക്ഷം പേരാ. ഇപ്പൊ പുറത്താവാൻ പോകുന്നത് എത്രയാണെന്നറിയും? 1,30,00,000 പേരെ പുറത്താക്കാൻ പോവുക. ആരാ കണ്ടെത്തിയിരിക്കുന്നു? ഇവർ യാതൊരു കാരണവശാലും ഈ ലിസ്റ്റിനകത്ത് വരത്തില്ല. അപ്പോൾ മമതാ ബാനർജി അവിടെ കൊണ്ട് വരണമെന്നുണ്ട്. 70 ലക്ഷം പേരുടെ വ്യത്യാസമേ ഉള്ളൂ രണ്ടിടത്തും കൂടെ. ഈ 212 സീറ്റിൽ നിൽക്കുന്നവരും 70 സീറ്റുള്ള BJP തമ്മിൽ. അപ്പം ഇതങ്ങോട്ട് മാറിയാൽ, അതായത് ബീഹാറിൽ കണ്ടായിരുന്നോ, അനധികൃതമായിട്ടുള്ള വോട്ട് മാറിയപ്പോൾ അവിടെ പ്രതിപക്ഷമില്ലാതെ BJP അധികാരത്തിൽ വരുന്ന അവസ്ഥ വന്നല്ലോ. ഇവിടെയും ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ ആ പ്രദേശത്തുള്ള ആൾക്കാർ ശരിയായ രീതിയിൽ വോട്ട് ചെയ്തല്ല മമതാ ബാനർജിയെ പോലുള്ളവർ നിൽക്കുന്നതെന്നാണ് ഈ പറഞ്ഞ തീക്കാറ്റായ മമതാ ബാനർജിയുടെ പോക്കിൽ നിന്ന്, കൊടുങ്കാറ്റായ മമതാ പോക്കിൽ നിന്ന്. ഏതായാലും അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഇവർ ആദ്യമേ അവിടെ അട്ടിമറിക്കാൻ നോക്കി. SIRനകത്ത് അവരുടെ ഉദ്യോഗസ്ഥരെ വെച്ച് ഇതെല്ലാം കണ്ടുപിടിച്ച് വളരെ വ്യക്തമായിട്ട് കോടതി ഇപ്പം സുനി ചെന്നാലും ഞാൻ ചെന്നാലും ആര് ചെന്നാലും കോടതി ചോദിക്കാൻ പറയും. കോടതി ചോദിക്കുമ്പോൾ കോടതിക്ക് വ്യക്തമാവുമല്ലോ. കോടതി ഇതിനകത്ത് ചോദ്യം ചോദിക്കാതല്ലല്ലോ ഒരു കാര്യം SIRയുടെ കാര്യത്തിന്. ചോദ്യം ചോദിച്ച് കോടതിക്ക് വളരെ കൃത്യമായിട്ട് അറിയത് രാജ്യവിരുദ്ധ ശക്തികളുടെ പ്രൊമോട്ടർമാർ ആരൊക്കെയാണെന്നും ഇതിനു വേണ്ടി കിടന്ന് കാര്യം പറയുന്നത് എന്താണ്, യഥാർത്ഥത്തിലുള്ള കാര്യം എന്താണ്, അതിനനുസരിച്ച് കോടതി വളരെ കൃത്യമായിട്ട്. നമ്മൾ നോക്കുമ്പോൾ കോടതി വലിയ കുഴപ്പമൊക്കെ. ഇന്നലെ തന്നെ ഇവിടെ വാടോ ഇലക്ഷൻ കമ്മീഷൻ എന്നൊക്കെ വിളിക്കും. നമ്മൾ വിചാരിക്കും മമതാ ബാനർജി കയറി കോട്ടിട്ടു, തീക്കാറ്റായി, കൊടുങ്കാറ്റായി, കോടതി വിളിച്ചു, ഇവിടുത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പൊങ്ങിച്ചാടുക അല്ലേ, മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഇതിങ്ങനെയാണ്. തീക്കാറ്റായിട്ടും കൊടുങ്കാറ്റായിട്ടും ഒന്നുമില്ല. തീക്കാറ്റായെന്ന് പറയുന്ന സാധനം വെള്ളം കോരി ഒഴിച്ച് സുപ്രീം കോടതി എന്നുള്ളതാണ് പറയാൻ പറ്റും. ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ഈ ബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ആയിരുന്നു. ആ CPM ഭരിച്ചുകൊണ്ടിരുന്ന ഇതുപോലെ നുഴഞ്ഞു കയറുന്ന ആൾക്കാർക്ക് മുഴുവൻ റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡൊക്കെ കൊടുത്തിട്ട് അവരെ വോട്ടർമാരാക്കിക്കൊണ്ടാണ് ഇത്രയും കാലം മാറി CPM ഭരിച്ചത്. പക്ഷേ കാലം കഴിയുമ്പോൾ CPMന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയ മമതാ ബാനർജിയാണ്. മമതാ ബാനർജി ഇതേ തന്ത്രം ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് CPM ആയവരെല്ലാം തന്നെ ഒരു സുപ്രഭാതത്തിൽ തൃണമൂലായത്. തൃണമൂലായപ്പോഴും മമത ഇത് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. മമതയ്ക്കറിയാം ഇന്ന സ്ഥലങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം അങ്ങനെ ആകാനുള്ള കാരണം ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരാണ്, അല്ലെങ്കിൽ അനധികൃതമായി എത്തുന്നവരാണ്. ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഈ SIR ഇവിടെ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ ഇവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ അല്ലെ ഇവരുടെ മുൻഗാമികളുടെയൊക്കെ ഡീറ്റെയിൽസ് ചോദിക്കും. ഇത് കൊടുക്കാൻ ഇവരുടെ കയ്യിലില്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ ഭൂമിയില്ല. അപ്പോൾ ഉള്ള ഭൂമിയാകട്ടെ കയ്യേറിയതാണ്. ഇത് വെളിച്ചത്ത് വരുമ്പോൾ ഇവരെ പിടിച്ച് സ്വാഭാവികമായിട്ടും ജയിലിടേണ്ടി വരും. ഈ ജയിലിലിടുമ്പോൾ മമതാ ബാനർജിക്ക് രക്ഷയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പലായനം നടക്കുന്നത്. ഈ പലായനം നടക്കുന്നത് ഇവിടെ നിന്നാൽ ജയിലിൽ കഴിയേണ്ടി വരും. അവിടെയാണെങ്കിൽ പട്ടിണിയാണെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാം. അതുകൊണ്ട് ഇവർ തിരിച്ചു പോകുന്നു. ഇവരെ ജയിലിലാക്കി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവരെ തിരിഞ്ഞു നോക്കില്ല. കാരണം വോട്ട് ബാങ്ക് അല്ലാത്തവരെ പിന്നെ ആര് തിരിഞ്ഞു നോക്കും? ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ മമതാ ബാനർജി കോടതിയിൽ കയറി തീക്കാറ്റായെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കുറേ നാളുകൾക്ക് ശേഷം കോടതിയിൽ വക്കീൽ കുപ്പായം അണിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ആദ്യത്തെ മറ്റു മുഖ്യമന്ത്രികളൊന്നും ചെയ്യില്ല. അവരുടെ എല്ലാം പേരിന്റെ മുമ്പിൽ അഡ്വക്കേറ്റ് എന്നൊക്കെ കാണും. പക്ഷെ ഇവരൊന്നും കോടതിയിൽ പോകാറില്ല. ഇവിടെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സുപ്രീം കോടതിയിൽ പോയി ചില കാര്യങ്ങൾ പറയുന്നു. മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടും മമതാ ബാനർജിക്ക് അനുകൂലമായിട്ട്, കാരണം മോദിക്ക് എതിരായിട്ടുള്ള നിലപാടായതുകൊണ്ട് ഈ നിലപാട് ഇങ്ങനെ സ്വീകരിക്കുകയും മമത ഈ ഒരു തന്ത്രം പ്രയോഗിക്കുകയും ചെയ്യുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. 2 മാസങ്ങൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ മമത ശക്തിയായ ഒരു ഭരണാധികാരിയാണ്, നമ്മളെ കൂടെ നിർത്തുമെന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കുക. ഇതൊക്കെ ഒരു PR വർക്കിന്റെ ഭാഗമാണ്.
പക്ഷേ യഥാർത്ഥത്തിൽ കോടതി അതിൻ്റെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന രേഖകളില്ലാത്തവരെല്ലാം തന്നെ പുറത്താക്കും. ഇവിടെ SIR കേരളത്തിൽ നടപ്പാക്കി നേരത്തെ പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ യഥാർത്ഥ രേഖകളില്ലെങ്കിൽ അവർ SIR പുറത്താകും. ഇത് തന്നെയുള്ളൂ. ഇവിടെ ഒരു ഷോ കാണിക്കാനായിട്ട് മമതാ ബാനർജിക്ക് സാധിച്ചു. നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ അതിന് വലിയ പിന്തുണ കൊടുത്തു. ദേശീയ തലത്തിൽ മാധ്യമങ്ങൾക്ക് അത്രയും വലിയ പിന്തുണയില്ല. ഒരു കാര്യത്തിൽ അവർ അംഗീകരിച്ചു. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തിൻ്റെ കാര്യം വാദിക്കാനായിട്ട് ചെന്നു. ഇതിനപ്പുറത്തേക്ക് മമത നടത്തിയ പ്രസംഗത്തിലോ അല്ലെ മമത നടത്തിയ ഈ ഇടപെടലിനോ വലിയ ഒരു പ്രസക്തി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം കോടതിയാണല്ലോ അന്തിമമായി തീരുമാനം എടുക്കണ്ടേ. SIR നടപ്പാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയെന്ന് കോടതി ഇപ്പോഴും പറഞ്ഞിട്ടില്ല. വിധി വരട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടിയല്ലേ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഈ പശ്ചിമ ബംഗാളിന്റെ ഒരു സ്ഥിതി നോക്കുമ്പോൾ മമതാ ബാനർജിക്ക് വലിയ പിന്തുണ അവിടെ ഉണ്ട്. പക്ഷേ ഇത്തവണ ബീഹാറിന് ശേഷം കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഇനി പശ്ചിമ ബംഗാളിലോട്ടാണ് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇപ്പൊ ബീഹാർ കൈപ്പിടിയിൽ ഒതുക്കിയതുപോലെ അടുത്ത പശ്ചിമ ബംഗാളോ എന്നുള്ളൊരു ഭയം എന്തായാലും മമതാ ബാനർജിക്ക് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പൊ ഇതുവരെ കോട്ടിടാത്ത മമത പെട്ടെന്ന് കോട്ടിടുന്നു. ഈ മാധ്യമങ്ങൾ പറയുന്നു മമത ഒരു സിനിമാ നടി അവാർഡ് കിട്ടിയതുപോലെയൊക്കെയാണ് മമത കൊടുങ്കാറ്റായി ആളിക്കത്തുന്നു, മമത കൂട്ടിയിട്ട് തീയത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ എനിക്ക് നാഷണൽ മാധ്യമത്തെക്കാൾ കൂടുതൽ അത് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ കേരള മാധ്യമങ്ങളാണ്. അപ്പോൾ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ കുറിച്ചോ അവിടെ നടക്കുന്ന രാജ്യവിരുദ്ധമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ നടക്കുന്നെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ട. അവിടെ BJP വരുമോ എന്നുള്ള ഭയമാണ് മാധ്യമങ്ങളെ കൊണ്ട് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷനെ മുക്കിക്കയറ്റാൻ പോകുന്നു. മോദി നാളെ തന്നെ രാജിവെച്ച് മാറും, മമതയെ ഭയന്ന് നരേന്ദ്രമോദി എന്നൊക്കെ പറഞ്ഞ് വീരവാദം പറയുന്നവരെയൊക്കെ കേട്ടു നമ്മൾ. തീർച്ചയായിട്ടും അത് കണ്ടു തന്നെ അറിയണം. എന്തായാലും SIR ചിലരെയൊക്കെ നന്നായി ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.